എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, എന്താണ് വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രൂവൽറ്റിയുള്ള പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം, മതരാഷ്ട്രവും ഇസ്ലാമിക മതരാഷ്ട്രവും ഇസ്ലാമിക തീവ്ര രാഷ്ട്രവും അവരുടെ ഇടയ്ക്ക് പോലും നിങ്ങൾ ആലോചിക്കുക, അവരൊരു കാരണവശാലും അവിടെയുള്ള അഹമ്മദിയ കമ്മ്യൂണിറ്റിക്ക്, അതായത് പെരുന്നാൾ പോലും ഫാസ്റ്റിങ് പോലും അവർ പ്രെയർ പോലും നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് കേരളത്തിലെ മിനി പാകിസ്ഥാൻകാർ ഈ കടകളൊക്കെ അടച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലോകത്ത് പലതും ഇതേപോലെ നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരം ആരാ തരുന്നത്? ഇപ്പം അറിയാവുന്ന അതിവിദഗ്ധന്മാരായ നിങ്ങൾ തന്നെ കമൻ്റ് താ. കാരണം നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിത്താ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിക വിശ്വാസി. ഓക്കെ, നിങ്ങൾ അവർ ഇസ്ലാം വിശ്വാസികളല്ല എന്ന് പറയുന്നത് ഫൈൻ. അവർക്ക് പ്രാർത്ഥിച്ചുകൂടായോ? അവർക്ക് പ്രയർ എടുത്തുകൂടായോ? അവർക്ക് നോമ്പ് നോറ്റ് അവർക്ക് നിങ്ങളുടെ കൂടെ നോമ്പെടുത്തുകൂടായോ? അവരുടെ പള്ളികൾ എന്തിനാണ് നിങ്ങൾ പൊളിച്ചു കളയുന്നേ? ഈ പറയുന്ന നിങ്ങളാണോ ഇവിടെ മറ്റുള്ള മതസ്ഥരെ നിങ്ങൾ വളരെ സൗഹൃദമായിട്ട് സെക്കുലറായിട്ട് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് സുഡാപ്പികൾ എനിക്ക് 1% പോലും വിശ്വാസമില്ല. അതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോ ദിവസം പുറത്തു വരുന്നത്. സോ സാഡ്. ഇതാണ് പറഞ്ഞ മത തീവ്രത തലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ എവിടെയാണ് സെക്കുലർ ആവുന്നത്? നിങ്ങൾ ഈ കാഫറൊന്ന് ഈ സാധനം മാറ്റാൻ നിങ്ങളെങ്ങനെ സെക്കുലർ ആകാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എങ്ങനെ മോഡേൺ യുഗത്തിലോട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? അതായത് ഈ പറയുന്ന പഴയ രീതിയിലുള്ള തീരുമാനവും, അതായത് ഈ മത തീവ്രതയും തലയ്ക്കകത്ത് വെച്ച് സാധാരണ ഒരു മനുഷ്യനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി ഈ മത തീവ്രവാദികൾ മാറി.